ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോമ്പിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നെയ്ച്ചോറും കോഴിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നെയ്ച്ചോറും കോഴിക്കറി ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ പത്തിരിയൊന്നും പരത്തിങ്ങാണ്ട് കുഴങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ആവണ പണിയാണല്ലോ. അപ്പം നമുക്കിന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കോഴിക്കറി ഇതാ അമ്മ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കോഴിക്കറി. അപ്പം നമ്മൾ റെഡിയായി. അപ്പോൾ ഇതിന്റെ കറി പറ്റിയിട്ടുണ്ട്, മസാല പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ കറി ഒന്ന് ഇനി ലൂസാക്കി എടുക്കും കേട്ടോ കോഴിക്കറി. അപ്പോൾ ഞാൻ ഇന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ സൺഫ്ലവറും അതുപോലെ തന്നെ 6 kg നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചൂടായി വരട്ടെ. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്ന കേട്ടോ. ഞങ്ങൾ സ്ഥിരം ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നമുക്ക് കുക്കറിലായതുകൊണ്ട് 1 2 വിസിലടിച്ചിട്ട് ഓഫ് ആക്കിയാൽ നമ്മളെ ചോറ് വേഗം പെട്ടെന്ന് ആവും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാക്കണ ഞാൻ ഗ്യാസ് വെച്ച് ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതാക്കണ സവോള ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഒരു സവോളയൊക്കെ മതി. സവോള ഇനി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ, അപ്പം അത് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാക്കണം നമ്മളെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. നല്ലോണം മൂത്ത് കളർ മാറണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ നെയ്ച്ചോറിന് ഒരു കളർ വ്യത്യാസം ഉണ്ടാവും സവോള ഇട്ടതുകൊണ്ട്. അപ്പം നമുക്കൊന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ 3 ഗ്ലാസ്ക്ക് 6 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. ഇരട്ടിയായിട്ടാണ് എടുക്കേണ്ടത്. ഇനി പെട്ടെന്ന് വേവുന്നതാണ് അരി എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ഇതാക്കണ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു. അപ്പൊ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒഴിച്ചു കൊടുക്കാണ്. നമ്മളിപ്പോ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അരി ചെന്നൈ എക്സ്പ്രസ് ആണ് കേട്ടോ. അതാണ് നമ്മൾ എടുക്കുന്നത്. അത് അത്യാവശ്യം വേവുള്ള അരിയാണ്. അപ്പൊ നമ്മൾ ഇതാക്കണ ഇനി കുക്കറിലേക്ക് വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതൊന്ന് ചൂടായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇതാക്കണ ഇവിടെ നമ്മളെ നെയ്ച്ചോറിന്റെ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കേ. അപ്പൊ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി അരി ഇട്ട് കൊടുക്കുകയാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളെ ക്യാരറ്റ് ഇല്ലേ, അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ മല്ലിച്ചപ്പിന്റെ ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഇട്ട് കൊടുക്കാണ്. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ നമ്മളെ നെയ്ച്ചോറിന്. അപ്പൊ ഇതാക്കണം അതും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മള് ഇതാക്കണത് നല്ല ഇതിൽ സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ചോറ് കട്ട കുത്തി ഇരിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കണ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. പിന്നെ ഉപ്പൊക്കെ നോക്കാം നമുക്ക്. ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് ഇനി ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ടെടുക്കും. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തതാണ്. അപ്പൊ ഞാൻ അരിയൊക്കെ ഇട്ട് എല്ലാം ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. പിന്നെ അതുപോലെ നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള നെയ്ച്ചോറിന്റെ ഓലല്ലേ, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടവർ ഇട്ട് കൊടുത്താൽ മതി. ഞങ്ങൾ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഇടാറുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കിയൊക്കെ കറക്റ്റാണ്. നമ്മൾ അടച്ചു വെക്കാണ്. ഒരു 2 വിസിൽ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കട്ടോ. അത് അത്യാവശ്യം വേവില്ല അരിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ 2 വിസിൽ അടിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് വേവുന്ന അരിയാണെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ അടിച്ചിട്ട് നമുക്ക് ഓഫ് ആക്കിയിട്ട് ഒരു 10 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാട്ടോ. അപ്പൊ ഞാൻ ചോറുണ്ടാക്കുന്ന സമയം കൊണ്ട് ഉമ്മ ഇതാക്കണ സ്നാക്സ് ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. എന്നൊരു പത്തിരിയല്ല ഉണ്ടാക്കണം. അപ്പൊ പത്തിരിക്ക് കുഴക്കണ മാതിരി തന്നെ നമ്മൾ തേങ്ങാപ്പാലിലാണ് കേട്ടോ ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. അരിപ്പൊടി തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മൈദയും കൂടി ചേർക്കാം കേട്ടോ, പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാക്കണ ഉമ്മ ഇപ്പൊ പത്തിരിപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കി എടുക്കുന്നത്. മസാല ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് ഉമ്മ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഞാനിത് അവിടെ ചോറും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതാക്കണ 2 വിസിൽ കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിട്ടോ. പാകത്തെ വേവായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാക്കണ ഉമ്മ അവിടെ ആവിയിൽ വേവിച്ച കോഴിക്കട്ട റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ കിഴങ്ങ്, ചിക്കന്, അതുപോലെ സവോളയൊക്കെ കേട്ടോ ഉള്ളിൽ ഇട്ടിട്ടുള്ളത്. ഇത് എന്നിട്ട് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ പേര് കോഴിക്കട്ട എന്നല്ല കേട്ടോ, അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇതിപ്പോ ഒരു മസാല ചേർത്തിട്ടുള്ള ഒരു വട നമ്മൾ ആവിയിൽ വേവിച്ചു എന്നുള്ളൂ. പിന്നെ അത് പല ഷേപ്പിലും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും അതുപോലെ ഉമ്മാക്ക് പൂവട രൂപത്തിലാണ് ഇഷ്ടം. അപ്പൊ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ ഇതാക്കണ് അവിടെ അമ്മ കടി റെഡിയാക്കുന്നുണ്ട്, ഞാനിവിടെ ചോറും റെഡിയാക്കുന്നുണ്ട്. അപ്പൊ ഇതാക്കണ ചോറും റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിയും മുന്തിരിയൊക്കെ വറുത്തിട്ടാൽ നമ്മളെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടോ. എത്ര പണിയുള്ളൂ. അപ്പൊ ഇതാക്കണ ഞങ്ങളെ ചോറിന്റെ പരിപാടിയൊക്കെ ഏകദേശം റെഡി ആയിട്ടോ. അപ്പൊ ഇതാ അവിടെ നമ്മൾ അണ്ടിയും മുന്തിരിയും വറുത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിലാണ് വറുത്തിട്ടുള്ളത്. അപ്പൊ അണ്ടിയും മുന്തിരിയും വറുത്തിട്ട് നമ്മൾ ഇനി ചോർക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പൊ നമ്മളെ നെയ്ച്ചോറിന്റെ പരിപാടി ഇവിടെ റെഡിയായി. നമ്മൾ ഇത് വറുക്കുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി. നമുക്ക് ഇനി ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഏകദേശം ഇപ്പം നമ്മളെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടില്ലേ
കടികളൊക്കെ റെഡി ആയിട്ടോ. ഇനി നമ്മൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, അന്ന് ഇത്ര തന്നെ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് ഇനി ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പം അത് മാറ്റി വെക്കട്ടെ. നമുക്ക് ഇനി ഫ്രൂട്ട്സുകളൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ടേബിളിൽ കൊണ്ടേക്കാം. അപ്പം അതൊക്കെ ഇനി അരിഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കട്ടെ കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് റമദാൻ മാസമാണ് ഏറ്റവും ഇഷ്ടമുള്ള മാസം. കാരണം അവർക്ക് ഇങ്ങനെ ഓരോന്ന് കഴിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇനി മേശമ്മ കൊണ്ടേക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇനി ഇത്രേ ഉള്ളൂ. ഇതൊക്കെ തന്നെയുണ്ട് ഞങ്ങൾ ഇന്നത്തെ നോമ്പ് തുറ സ്പെഷ്യൽ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ല നെയ്ച്ചോറ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ടൊന്ന് മെസ്സേജ് അയക്കുക. ഇന്നിപ്പോൾ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ ജ്യൂസ് ആണ് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് വെക്കട്ടെ. അപ്പോൾ ഇതാക്കണ ഇപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി മേശമ്മ കൊണ്ടുവച്ചിട്ട് നോമ്പ് തുറക്കട്ടെ. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ട്. മാഷാ അല്ലാ അൽഹംദുലില്ലാ. ഞങ്ങൾ ചോറൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇതാക്കണ് നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ കഴിക്കട്ടെ. എങ്ങനെയുണ്ട് നോക്കട്ടെ, രസമുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ ഞങ്ങളിത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.